ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് മൗലികാവകാശങ്ങളുടെ ഹൃദയം എന്നാണ്, ഹൃദയവും ആത്മാവും എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പറയാം, 32 പറയാം. അത് BR അംബേദ്കർ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ. അതായത് മൗലികാവകാശങ്ങളുടെ ഹൃദയം എന്ന ആർട്ടിക്കിൾ 21 വിശേഷിപ്പിച്ചത് സുപ്രീം കോടതിയും മൗലികാവകാശങ്ങളുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത് BR അംബേദ്കറുമാണ്. ഒരു ഫാക്ട് കൂടെ അറിഞ്ഞിരിക്കുക. നമ്മളെ പാമ്പ് ഇങ്ങനെ കടിക്കാൻ വരുന്നു, അപ്പോൾ നമ്മളെന്താ പറയുക, അയ്യോ പാമ്പ് കടിക്കാമെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ആൺ പാമ്പ് പെൺ പാമ്പ് കടിക്കാമെന്ന് പറയുമോ, അല്ലെ നമ്മളിപ്പോൾ മനുഷ്യനെ പറയാം ആ ഒരു സ്ത്രീയാണ് ഒരു പുരുഷനാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ പാമ്പിനെ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പം എന്താണ് ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി, നാഗാലാൻഡ്, നാഗം ഓർമ്മ വേണേ, അല്ലാതെ പഠിക്കാൻ പറ്റില്ല. നാഗം മാത്രമല്ല ലക്ഷദ്വീപ് അവിടെ എങ്ങനെ ഓർത്തത്, എന്താണ് ആ ദ്വീപ്, ലക്ഷദ്വീപിലൊന്നും പാമ്പൊന്നും ഇല്ല എന്ന് ഓർത്താം. ഈ ബുക്കിലൂടെ അദ്ദേഹം ഫേമസ് ആയി എന്നാണ്. അല്ല അദ്ദേഹം എന്തല്ല ഒരു പട്ടാളക്കാരനല്ല, അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരുന്നു. ഓക്കെ അല്ലേ, അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഇഫ് ക്ലാസ്സിൽ ഏത് വെർബിന്റെ വീറ്റ് വന്നാലും, റൈറ്റിന്റെ വീറ്റ് റോട്ട് വന്നാലും, ഗോയുടെ വീറ്റ് വെന്റ് വന്നാലും, പ്ലേയുടെ വീറ്റ് പ്ലേഡ് വന്നാലും, ഹാവിന്റെ വീറ്റ് ഹാഡ് വന്നാലും ശ്രദ്ധിക്കുക, അത് ടൈപ്പ് 3 അല്ല, ടൈപ്പ് 2 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ടൈപ്പ് 3 ആകണമെങ്കിൽ